എനിക്കൊരു ഇമോഷണൽ ഡ്രോപ്പ് ഡൗൺ ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രം അനുഭവിക്കുന്നത്. ആങ്സൈറ്റി, ഡിപ്രഷൻ വളരെ പ്രിവലൻ്റ് ആയിട്ടുള്ള കുറേ കണ്ടീഷൻസ് ആണല്ലേ. ഇനി സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ഉള്ള കുഞ്ഞുങ്ങളുടെ പേരൻസ് ഈ സെയിം ഇമോഷൻസിലൂടെയാണ് പോകുന്നത്. പലപ്പോഴും അവരെ സൊസൈറ്റി ജഡ്ജ് ചെയ്യുക, പലപ്പോഴും അവർക്ക് കിട്ടുന്ന ഒരു അനുഭവങ്ങൾ ഇസ് ലൈക്ക്, എന്തിനാ കുഞ്ഞിനെ സ്പീച്ച് തെറപ്പിക്ക് കൊണ്ടുവന്നേ, നിങ്ങൾക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടാ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുറേ പൈസയുണ്ട്, അത് എവിടെയാണ് നിങ്ങൾക്ക് മുടക്കണ്ടേന്ന് അറിയാനിട്ടാണ് നിങ്ങളിങ്ങനെ ക്ലാസ്സസിന് കൊണ്ടുപോകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ പേരൻസിനെ ചേർത്ത് നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? എങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആങ്സൈറ്റിയും ഡിപ്രഷനും ഒരു ഘട്ടം വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഡിഫിക്കൽട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കൂടെ തന്നെ നിന്ന് കുറേയും കൂടിയും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങളൊരു പേരൻറ്റ് ഒരു കുഞ്ഞിനെ സ്പീച്ച് തെറപ്പിക്ക് കൊണ്ടുവന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ നെവർ ജഡ്ജ് ദം. അവരുടെ മനസ്സിൽ എന്താ നടക്കുന്നത്, അവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കൂ. എന്നിട്ട് കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കൂ. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് പറയാനുണ്ടായിരിക്കാം.